വൈക്കം മൃഗാശുപത്രി കെട്ടിടത്തിന്റെ നിർമ്മാണം പൂർത്തിയാക്കിയ ഒന്നാം ഘട്ടം മൃഗസംരക്ഷണ ക്ഷീരവകുപ്പ് മന്ത്രി ജെ ചിഞ്ചുറാണി ഉദ്ഘാടനം ചെയ്തു. രണ്ടാം ഘട്ട നിർമ്മാണത്തിനായി 29 ലക്ഷം രൂപ അനുവദിച്ചതായി മന്ത്രി അറിയിച്ചു. ക്ഷീരമേഖലയിലെ വികസനത്തിനായി കിടാരി പാർക്കുകൾ, ക്ഷീരഗ്രാമം പദ്ധതി, മൃഗങ്ങൾക്ക് വീട്ടുമുറ്റത്ത് ചികിത്സാ പദ്ധതി തുടങ്ങിയ നൂതന പദ്ധതികൾ സംസ്ഥാനത്ത് നടപ്പിലാക്കാൻ കഴിഞ്ഞതായി മന്ത്രി പറഞ്ഞു. ഇന്ന് നമുക്കറിയാം വൈക്കം വെറ്റിനറി ഹോസ്പിറ്റൽ അതിൻ്റെ ഒന്നാം ഘട്ടം ഉദ്ഘാടനമാണ്. സാധാരണ 50 ലക്ഷമോ 60 ലക്ഷമോ ഒക്കെ കൊണ്ടാണ് ഓരോ മൃഗാശുപത്രിയും വളരെ ഭംഗിയായി വളരെ മനോഹരമായി ആശുപത്രികൾ പണിയാണ്. ഇവിടെ 99 ലക്ഷമുണ്ട്. എനിക്ക് തോന്നുന്നവർ മുകളിൽ കുറച്ച് കെട്ടിയിരുന്നു. ഏതായാലും ശരി, വളരെ മനോഹരമായ, പ്രത്യേകിച്ചും എനിക്ക് തോന്നുന്നു നമ്മുടെ പശുക്കൾ വേണമെങ്കിൽ അകത്ത് കൊണ്ട് നിർത്തത്തക്ക നിലയിലുള്ള സംവിധാനം അവിടെ കാണാൻ സാധിച്ചു. ഓപ്പറേഷൻ തിയേറ്റർ ഉൾപ്പെടെ അവർക്ക് സജ്ജീകരിക്കുവാൻ പറ്റാവുന്ന സംവിധാനം, എല്ലാ ഉദ്യോഗസ്ഥർക്കും LIമാർക്ക് ഉൾപ്പെടെ ഇരിക്കുവാൻ പറ്റാവുന്ന സംവിധാനങ്ങൾ, മരുന്നുകൾ നമുക്ക് പ്രത്യേകം ഒരു റൂമിൽ തന്നെ സജ്ജീകരിച്ച് മരുന്നുകൾ തന്നെ കൊടുക്കുവാൻ പറ്റാവുന്ന എല്ലാ സംവിധാനങ്ങളും ഫ്രണ്ട് റൂം ഉൾപ്പെടെ ചെയ്യുവാൻ കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യം. രാവിലെ 8 മണി മുതൽ രാത്രി 8 മണി വരെ 2 ഷിഫ്റ്റുകളായി പ്രവർത്തിക്കുന്ന വൈക്കം മൃഗാശുപത്രി സംസ്ഥാന സർക്കാർ തിരഞ്ഞെടുത്ത 12 മണിക്കൂർ സേവനം ലഭ്യമാക്കുന്ന 31 സ്ഥാപനങ്ങളിൽ ഒന്നാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി. ക്ഷീരമേഖലയിൽ മികവ് പുലർത്തിയ കർഷകരെ മന്ത്രി ചടങ്ങിൽ ആദരിച്ചു. വൈക്കം സത്യാഗ്രഹ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ വൈക്കം MLA ശ്രീമതി CK ആശ അധ്യക്ഷത വഹിച്ചു. പ്രവർത്തനങ്ങൾ ഉദ്ഘാടനത്തിൻ്റെ നിർമ്മാണം പൂർത്തീകരിച്ചതിന് ശേഷമുള്ള ഉദ്ഘാടനവുമാണ് ഇവിടെ നിർവഹിക്കപ്പെട്ടിട്ടുള്ളത്. അതിൻ്റെ രണ്ടാം ഘട്ടത്തിൽ അതിൻ്റെ ഫണ്ടിൽ കുറച്ച് പോരായ്മകൾ ഉണ്ടായിരുന്നു. ഇവിടെ നമുക്ക് പൂർണ്ണമായും പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. എന്നാൽ ചില പ്രഖ്യാപനങ്ങളും തീരുമാനങ്ങളുമൊക്കെ മന്ത്രി ഇവിടെ സദസ്സിൽ അറിയിക്കുമെന്നുള്ളതുകൊണ്ട് ഞാൻ ആ കാര്യങ്ങളിലേക്ക് കടന്നു പോകുവാൻ ആഗ്രഹിക്കുന്നില്ല. കഴിഞ്ഞ 10 വർഷക്കാലം ഇടതുപക്ഷ സർക്കാരിൻ്റെ ഭരണത്തിന് കീഴിൽ കേരളത്തിലാകെ തന്നെ മൃഗസംരക്ഷണ മേഖലയ്ക്ക് വളരെ വലിയ ഉണർവാണ് ഉണ്ടായിട്ടുള്ളത്. പശുക്കളിലെ സാംക്രമിക രോഗങ്ങളും പ്രതിരോധ മാർഗങ്ങളും ശാസ്ത്രീയ തീറ്റക്രമവും എന്ന വിഷയത്തിൽ ചടങ്ങിൽ സെമിനാർ സംഘടിപ്പിച്ചു. വൈക്കം നഗരസഭാംഗം D. രഞ്ജിത് കുമാർ, മൃഗസംരക്ഷണ വകുപ്പ് ഡെപ്യൂട്ടി ഡയറക്ടർ ഡോക്ടർ മാത്യു ഫിലിപ്പ്, ജില്ലാ മൃഗസംരക്ഷണ ഓഫീസർ PK മനോജ് കുമാർ, ചീഫ് വെറ്റിനറി ഓഫീസർ ഡോക്ടർ R. ഉഷ, മൃഗാശുപത്രി സീനിയർ സർജൻ ഡോക്ടർ S. സെങ്കോട്ടയ്യൻ, പൊതുമരാമത്ത് വകുപ്പ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ S. അരവിന്ദ് സച്ചിൻ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ എബ്രഹാം പഴയകടവൻ, MK രവീന്ദ്രൻ, മധു R. പണിക്കർ തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. വിഷൻ ന്യൂസ്, വൈക്കം.